ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 51 സങ്കീർത്തനം 4 വാക്യം. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ നീ നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലനായും ഇരിക്കേണ്ടതിന് തന്നെ. മനുഷ്യർക്കെതിരെ തെറ്റ് ചെയ്താലും പാപത്തിൻ്റെ ആഴത്തുള്ളതായ അർത്ഥം ദൈവത്തിനെതിരായ അനുസരണക്കേടാണ്. പാപം നാം ചെയ്യുമ്പോൾ അത് ദൈവത്തിനെതിരാണ്. ദാവീദ് ഊരിയാവിനോടും ബത്ശേബയോടും തെറ്റ് ചെയ്തു. എന്നാൽ അവൻ തിരിച്ചറിയുന്നു, എൻ്റെ പാപം ദൈവത്തിൻ്റെ വിശുദ്ധതയെ വേദനിപ്പിച്ചു. നമ്മൾ പലപ്പോഴും പാപത്തെ ചെറിയ കാര്യമായി കാണുന്നു. കള്ളം, കോപം, അസൂയ, അഹങ്കാരം. എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഓരോ പാപവും ഗൗരവമുള്ളതാണ്. യഥാർത്ഥ മാനസാന്തരം ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതാണ്. യഥാർത്ഥ മാനസാന്തരം കുറവുകളെ മാറ്റിവെക്കുകയില്ല, അത് സ്വയം ഏറ്റെടുക്കും. ദാവീദ് സ്വയം പറയുന്നു, ഞാൻ പാപം ചെയ്തു. ദൈവം ശിക്ഷിക്കുമ്പോഴും നീതിമാനാണ്. അവൻ്റെ വിധിയിൽ പക്ഷപാതമില്ല. അതേസമയം അവൻ്റെ കരുണയും അനന്തമാണ്. ദൈവത്തിൻ്റെ നീതി നമ്മെ കുറ്റക്കാരാക്കുന്നു, എന്നാൽ ദൈവത്തിൻ്റെ കൃപ നമ്മെ പുനഃസ്ഥാപിക്കുന്നു. ദാവീദ് തൻ്റെ കുറവുകളെ തിരിച്ചറിയുന്നതിന് ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരുന്നു. ഇന്നത്തെ വചനം നമ്മെ സംസാരിക്കുന്നത്, പാപം മറയ്ക്കരുത്. കുറവുകൾ ദൈവസന്നിധിയിൽ സമ്മതിക്കേണ്ടതാണ്. ദൈവകൃപയിൽ പൂർണ്ണമായി നാം ആശ്രയിക്കണം. ഈ നാളുകളിൽ നമ്മുടെ കുറവുകളെ മറച്ചു വയ്ക്കാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ അനുതാപത്തോടെ മടങ്ങി വരാം. പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ഹൃദയം പരിശോധിക്കണമേ. എൻ്റെ പാപങ്ങൾ കാണിച്ചു തരണമേ. ശുദ്ധമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.